ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എന്നൊക്കെ എല്ലാം പഠിച്ചില്ലേ? പ്രസിഡന്റ്, ഗവർണർ, അങ്ങനെ ഓരോ സ്ഥാനങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചു. ഇനി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ്, എവിടെയാണ് സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. എവിടെയാ സെൻട്രൽ ഗവൺമെന്റ് ഉള്ളത്? ന്യൂഡൽഹിയിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്നത്. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാ? ന്യൂഡൽഹി. The government office are located here. ഗവൺമെന്റ് ഓഫീസുകളെല്ലാം ന്യൂഡൽഹിയിലാണ് ഉള്ളത്. The president is the supreme head of our country. നമ്മൾ പറഞ്ഞു പ്രൈം മിനിസ്റ്ററിന്റെയും കൂടി ഏറ്റവും മുകളിലാണ് ആരുള്ളത്? പ്രസിഡന്റ്. അതുകൊണ്ട് പ്രസിഡന്റിനെ എന്ത് പറയുന്നു? സുപ്രീം ഹെഡ് ഓഫ് അവർ കൺട്രി. പ്രസിഡന്റ് ആണ് സുപ്രീം ഹെഡ്. He appointed the prime minister on the advice of the members of parliament. President ആണ് ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററെ നിർത്തുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനാണ് അധികാരം പ്രൈം മിനിസ്റ്ററെ നിർത്താൻ. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ആരാണെന്ന് അറിയില്ലേ? ആരാണ്? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയെ ആരാണ് നിർത്തുന്നത്? പ്രസിഡന്റ് ആണ്. The prime minister is the head of his cabinet of ministers. പ്രൈം മിനിസ്റ്റർ ആണ് മറ്റ് എം പിമാരുടെ എല്ലാം ഹെഡ്. ആരാ? പ്രൈം മിനിസ്റ്റർ. മനസ്സിലായോ? The prime minister together with his council of ministers form union government. They rule the country. അങ്ങനെ പ്രൈം മിനിസ്റ്ററും അവിടെയുള്ള മറ്റു മിനിസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഒരു യൂണിയനായിട്ട് ഭരിക്കുന്നു. ഒരു ഐക്യത്തോടു കൂടി എന്ത് ചെയ്യുന്നു? അവര് ഭരണം നടത്തുന്നു. They rule the country. അവർ എന്ത് ചെയ്യുന്നു? രാജ്യം ഭരിക്കുന്നു. They rule the country. ആരൊക്കെ ചേർന്നിട്ടാണ്? പ്രൈം മിനിസ്റ്ററും മറ്റു മന്ത്രിമാരും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? രാജ്യം ഭരിക്കുന്നു. The Supreme Court, highest court in India, also located in New Delhi. അപ്പൊ എന്താണ് സുപ്രീം കോർട്ട്? സുപ്രീം പറഞ്ഞു പറഞ്ഞാൽ ഏറ്റവും വലിയ കോർട്ട്, അതുപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടും ഡൽഹിയിലാണ് ഉള്ളത്. എവിടെയാ ഉള്ളത് സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ട് ഡൽഹിയിലാണ് ഉള്ളത്. ദ കോർട്ട് ഹെൽപ്പ് സെറ്റിൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്. കോർട്ട് സെറ്റിൽ, കോർട്ട് എന്ത് ചെയ്യുന്നു? സെറ്റിൽ ചെയ്യുന്നു. ഹെൽപ്പ് സെറ്റിൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്. മറ്റു ജനങ്ങളുടെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും അതുപോലെ തന്നെ സ്റ്റേറ്റ്സുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്നതാണ് സുപ്രീം കോർട്ട്. ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ന്യൂഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ സുപ്രീം കോർട്ടാണ് എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്നത്. ജനങ്ങളുടേതാവട്ടെ സ്റ്റേറ്റ്സിൻ്റെതാവട്ടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കോർട്ടാണ് സുപ്രീം കോർട്ട്. ഈച്ച് സ്റ്റേറ്റ്സ് ഹാഡ് ഇറ്റ്സ് ഓൺ ഗവൺമെന്റ്. ഇനി നമുക്ക് സ്റ്റേറ്റിലോട്ട് കടക്കാം. ഓരോ സ്റ്റേറ്റ്സിനും എന്തുണ്ട്? ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ. ദ ഗവർണർ ഈസ് ദ സുപ്രീം ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ഏറ്റവും സുപ്രീം ഹെഡാണ് ഗവർണർ. മനസ്സിലായോ? ചീഫ് മിനിസ്റ്ററിനേക്കാളും വലുതാണ് ഗവർണർ. ഗവർണർ സ്ഥാനം എന്താണ്? സുപ്രീം ഹെഡാണ്. സുപ്രീം ഹെഡാണ്. The governor appoint the chief minister and other ministers on the advice of the members of the state assembly. ഗവർണർ ആണ് ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ചീഫ് മിനിസ്റ്ററെ വെക്കുന്നത്. ആരാണ്? ഗവർണർ ആണ് മുഖ്യമന്ത്രിയെയും ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഓഫ് ദ അഡ്വൈസ് ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് അസംബ്ലി. അതേഴ്സ് മെമ്പേഴ്സിനെയും, മനസ്സിലായോ? മറ്റു മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും എല്ലാം വെക്കുന്നത് ആരാ? ഗവർണറാണ്. മനസ്സിലായോ? They together rule the state. അപ്പൊ ആരൊക്കെ ചേർന്നിട്ടാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്? ഗവർണർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ആരൊക്കെയാണ്? ഗവർണർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. അവരെല്ലാം ചേർന്നിട്ടാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത നോക്കൂ. ദ ഗവൺമെന്റ് ഓഫീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ഈച്ച് സ്റ്റേറ്റ്.
ഓരോ സ്റ്റേറ്റിന്റെയും അതാതിന്റെ ഗവൺമെന്റ് ഓഫീസുകൾ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഉള്ളത്. നമ്മുടെ ക്യാപിറ്റൽ ഏതാ? ക്യാപിറ്റൽ ഓഫ് കേരള എന്താ? തിരുവനന്തപുരം. നമ്മുടെ അപ്പോ എല്ലാ ഗവൺമെന്റ് ഓഫീസും എവിടെയാ ഉള്ളത്? തിരുവനന്തപുരത്തല്ലേ? വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് യുവർ സ്റ്റേറ്റ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് യുവർ ക്യാപിറ്റൽ ഓഫ് യുവർ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽ ഏതാ? ട്രിവാൻഡ്രം അല്ലേ? The High Court is the highest court of the justice in each state. അപ്പോ ട്രിവാൻഡ്രത്താണ് എന്തുള്ളത്? തിരുവനന്തപുരത്താണ് ഹൈക്കോർട്ട് ഉള്ളത്. സുപ്രീം കോർട്ട് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു? ഡൽഹിയിലാണ് പഠിച്ചു. അത് ഏറ്റവും വലിയ കോർട്ടാണ് സുപ്രീം കോർട്ട്. ഇത് ഏതാ? ഹൈക്കോർട്ട്. മനസ്സിലായോ? നമ്മൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കും. അതുമില്ലെങ്കിൽ പോകുന്നത് പിന്നെ എവിടേക്കാ? ഹൈക്കോർട്ടിലാണ് പോകുന്നത്. ഹൈക്കോർട്ടിലും നമ്മൾക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകുന്നത് എവിടെയാ? സുപ്രീം കോർട്ടിലേക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ ഓരോ സ്റ്റേറ്റ്സിനും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള കോർട്ട് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ്സിലുള്ള കോർട്ടിനെ എന്ത് പറയണം? ഹൈക്കോർട്ട് എന്ന് പറയുന്നു. Where is the High Court located in your state? നമ്മുടെ ഹൈക്കോർട്ട് എവിടെയാ ഉള്ളത്? അപ്പോ തിരുവനന്തപുരത്ത് അല്ലേ? ട്രിവാൻഡ്രത്താണ് നമ്മുടെ ഹൈക്കോർട്ട് ഉള്ളത്. ഇനി സ്റ്റേറ്റ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻടു ഡിസ്ട്രിക്ട്സ്. സ്റ്റേറ്റ്സുകളിൽ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡിസ്ട്രിക്ട്സ് ആയിട്ട് എന്താണ്? തിരിച്ചിരിക്കുന്നു. മനസ്സിലായോ? സ്റ്റേറ്റ്സ് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനം. ഡിസ്ട്രിക്ട്സ് പറഞ്ഞാൽ എന്താണ്? പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണെന്ന് പറയും അല്ലേ? അപ്പൊ എന്താ പറയാ? നമ്മുടെ സ്ഥലം എവിടെയാ ഉള്ളത്? പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പറയും. പാലക്കാട് ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജില്ല. മനസ്സിലായോ? യൂണിയൻ ടെറിട്ടറീസ് ആർ ഡയറക്ട്ലി റൂൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇനി യൂണിയൻ ടെറിട്ടറി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? യൂണിയൻ ടെറിട്ടറീസ് ആരാണ് ഭരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. ഇന്ത്യ ഈസ് എ പാർലമെന്ററി ഡെമോക്രസി. ഇന്ത്യ ഒരു പാർലമെന്ററി ഡെമോക്രസി ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് വി ദ പീപ്പിൾ എലക്ട് അവർ റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ദേ ഫോം ദ ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർലമെന്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. In order to live peacefully, we must obey the rules and laid down by our government. നമ്മൾക്ക് സമാധാനമായി ജീവിക്കണമെങ്കിൽ അവർ പറയുന്ന ഗവൺമെന്റ് പറയുന്ന ഓർഡർ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. മനസ്സിലായോ? And we must obey the rules laid down by our government. ഗവൺമെന്റ് എന്തൊക്കെ റൂൾസ് ആണോ പറയുന്നത് അത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതല്ലേ എപ്പോഴും നിങ്ങൾ നോക്കൂ, ന്യൂസിലൊക്കെ എപ്പോഴും എന്ത് പറയുന്നുണ്ട്? കൊറോണയെ കുറിച്ച് ആര് പറയുന്നുണ്ട്? ചീഫ് മിനിസ്റ്റേഴ്സ് പറയുന്നില്ലേ? അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അസുഖമൊന്നും വരാതെ നമ്മൾ എന്താണ്? സുരക്ഷിതമായിട്ട് നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്. റൂൾസുകൾ അവർ എന്ത് ചെയ്യുന്നു? പറയുന്നു. അത് അനുസരിക്കേണ്ട ചുമതല ആർക്കാണ്? നമ്മൾക്കാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ പ്രസിഡന്റ്, second question your prime minister, third question the capital of your country, fourth question your governor, fifth question your chief minister, sixth question first president of India, seventh question first prime minister of India. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ.